ഒരു അടിപൊളി പരിപ്പ് വട കഴിച്ചാലോ? ഉണ്ടാക്കാലോ. രാവിലെ കുതിർത്ത് വെച്ച് തോരപ്പരിപ്പാണ് ഇത്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാലോ. ഒരു പച്ചമുളക് ഞാൻ എടുക്കുന്നില്ലേ. ആമിയൊക്കെ പച്ചമുളക് കണ്ടാൽ കഴിക്കുകയില്ല. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കറിവേപ്പില അധികമായിട്ട് ചേർത്തിട്ടുണ്ട്. നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാ. ഇപ്പം നമ്മൾ ഈ പരിപ്പിൻ്റെ 1/4 ഭാഗം ഒരു ജാറിലെടുത്തിട്ടിട്ടുണ്ട്. ബാക്കി 1/4 ഭാഗം അവിടെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചതില്ലേ, അതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന നേരത്തുണ്ടല്ലോ, ആമിയും ദേവനൊന്നും കഴിക്കുകയില്ല. അതിപ്പോൾ അരച്ച് ചേർത്തതാണെങ്കിൽ അത് കാണൂലല്ലോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കിട്ടും, കാണില്ല, അവർ കഴിക്കുകയും ചെയ്യും. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാലയൊക്കെ ചിലവർ ചേർക്കും, പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. പരിപ്പിൻ്റെ തന്നെ ടേസ്റ്റ്, അങ്ങനെ ഒരു ടേസ്റ്റിൽ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ചേർക്കുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ചേർത്തിട്ട് ഈ അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ച് ഉള്ളിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ചെറിയ ചെറിയ പരിപ്പോടെയാണ് ഉണ്ടാക്കുക, വലുതായിട്ട് ഉണ്ടാക്കില്ല. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിനെ കൊണ്ടാണ് ഉണ്ടാക്കുക. അങ്ങനെ എല്ലാവരും ഇവിടെ കഴിക്കുക. ആ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് അങ്ങ് ഇളകി ചേരട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഉണ്ടയാക്കിയിട്ട് ബൗൾസാക്കിയിട്ട് ചെറിയ ചെറിയ പരിപ്പോടെ. ഇങ്ങനെ കാണുമ്പോൾ വലുതാണ്, പക്ഷേ ഇത്രയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഒരു ട്രിപ്പിൽ ഞാൻ 5 ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മറിച്ച് കോരുക ചെയ്യുക. തിരിച്ചിട്ട് മറിച്ചിട്ട് കോരുകയാണ് ചെയ്യുന്നത്. പുറം നന്നായിട്ട് മുരിഞ്ഞിട്ട് അകം കുറച്ചൊരു സ്പോഞ്ച് പോലെ ആയിട്ട് ഇങ്ങനെ, അങ്ങനെയാണ് ഇതുണ്ടാവുക. അതുപോലെ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ബോൾസാക്കി പരിപ്പുവടേൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ പരിപ്പുവടയായിരുന്നേ. ഇതാണ് കേട്ടോ. മുഴുവനായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്.